ഗൈസ്, നിങ്ങളെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഞാനൊരു കാര്യം പറയാം. 2 ദിവസമായി ഞങ്ങൾ വീഡിയോ ഇടാത്തത്. അച്ഛനും ലീവ് ഉണ്ടായിരുന്നില്ല, എനിക്കത് മാത്രമല്ല പനി, വയറ്റിളക്കം, ഛർദി, വയറുവേദന ഒക്കെ എനിക്ക്. അച്ഛനാണെങ്കിൽ പിന്നെ ജലദോഷം ഉണ്ട്, മിൽക്കുട്ടിക്ക് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. അപ്പൊ നമ്മള് അതെ, അതുകൊണ്ട് ഇന്ന് മിൽക്കുട്ടീനെ നിർബന്ധിതമായിട്ട് ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ച് കൊണ്ടുവന്നതാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ? ഇന്ന് നമ്മൾ മസ്റ്റ് ആൻഡ് മസ്റ്റ് ബി ഇതിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. മസ്റ്റ് ആൻഡ് മസ്റ്റ് ബി ഇത് എന്താണ്? ഇത് മസ്റ്റ് ബി എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ പറയില്ല കേട്ടോ, മസ്റ്റ് ബി എന്നേ പറയുള്ളൂ. ഞാൻ മസ്റ്റ് ബി എന്നേ പറയുള്ളൂ. അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ മസ്റ്റ് ബി എന്ന് പറഞ്ഞാണ്. മസ്റ്റ് ആൻഡ് മസ്റ്റ് ബി ഇതെന്താണ്, ഇത് എവിടേക്കാണ് നമ്മൾ ഉപയോഗിക്കുക, അതിൻ്റെ കറക്റ്റ് മീനിങ് എന്താണ് എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? മസ്റ്റ് മസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിൽക്കുട്ടിയെ നമ്മൾ ഷുഡ് എന്ന് പഠിച്ചിരുന്നില്ലേ? ഷുഡ് ഷുഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഷുഡ് പറയുന്ന ഒരു കാര്യം ചെയ്യണം അല്ലേ? ഒരു കാര്യം നമ്മൾ നീ ചെയ്യണം, യു ഷുഡ് ഡു, യു ഷുഡ് ഗോ, യു ഷുഡ് വാക്ക് എന്നൊക്കെ പറയും അല്ലേ? നീ ആ കാര്യം ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഷുഡ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് നിർബന്ധമായിട്ടും ചെയ്യണം എന്നുള്ള സിറ്റുവേഷൻ വരുമല്ലോ. നിർബന്ധമായിട്ടും അത് ചെയ്യണം, നീ അത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയില്ലേ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മസ്റ്റ് യൂസ് ചെയ്യാം. മലയാളത്തിൽ നമ്മൾ നീ അത് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ നീ അത് ചെയ്യണം, അതിൻ്റെ കൂടെ നിർബന്ധമായിട്ട് നീ അത് ചെയ്യണം എന്നൊരു നിർബന്ധം എന്നുള്ള വാക്ക് നമ്മൾ എക്സ്ട്രാ കൂട്ടിച്ചേർക്കും അല്ലേ? പക്ഷേ ഇംഗ്ലീഷിൽ അങ്ങനെ നിർബന്ധം എന്നുള്ള വാക്ക് കൂട്ടിച്ചേർക്കണ്ട. അതിന് പകരം ഷുഡ് അങ്ങോട്ട് മാറ്റിയിട്ട് നമുക്ക് നേരെ മസ്റ്റ് പറയാം. ഏതാണ് വാക്ക്? മസ്റ്റ്. മസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓക്സിലറി വെർബാണ് കേട്ടോ. അപ്പോൾ ഈ ഓക്സിലറി വെർബ് സബ്ജക്റ്റ് ഇതൊക്കെ എന്താണെന്നുള്ള എല്ലാവർക്കും അറിയാലോ. ഞാൻ മിൽക്കുട്ടീൻ്റെ അടുത്ത് ജസ്റ്റ് ചോദിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മിൽക്കുട്ടിയെ നമ്മൾ പ്രവൃത്തി ചെയ്യുന്ന ആളിനെ പറയുന്ന പേരെന്താ? പ്രവൃത്തി ചെയ്യുന്ന ആളിനെ സബ്ജക്റ്റ്. പ്രവൃത്തിക്ക് എന്താ പറയാ? ക്രിയ. ഒരു പ്രവൃത്തി അതിനെന്താ പറയാ ഇംഗ്ലീഷിൽ? വെർബ്. ആ പ്രവൃത്തി ചെയ്യാൻ സഹായിക്കുന്ന ആൾക്കാർക്ക് എന്താ പറയാ? ഓക്സിലറി വെർബ്. അപ്പൊ മസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓക്സിലറി വെർബാണ്. ക്ലിയർ ആണല്ലോ? മസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓക്സിലറി വെർബാണ്. വീണ്ടും വെയിൽ നേരെ തലേന്റെ മുകളിൽ തന്നെ വരുന്നുണ്ട്. ഒരു രക്ഷയില്ല, ഞാൻ എവിടെ ഇരുന്നാലും വെയിൽ എന്നെ തേടി വരും. ഞാൻ അപ്പുറത്തോട്ടിരിക്കാം, ആ സൈഡിലോട്ടിരിക്കാം കേട്ടോ. അവസ്ഥ അപ്പൊ നമ്മൾ മസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. മസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നിർബന്ധമായും ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മസ്റ്റ് ഉപയോഗിക്കുക. അത് ഒരേ പ്രായക്കാരാണോ അതല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരും ചെറിയ പ്രായക്കാരും തമ്മിലാണോ, അങ്ങനെയൊന്നും വ്യത്യാസമൊന്നുമില്ല. ആർക്കും മസ്റ്റ് യൂസ് ചെയ്യാം. പക്ഷെ പൊതുവെ നമ്മൾ നിർബന്ധമായിട്ടും നമ്മളൊരു കാര്യം ചെയ്യണം എന്ന് കമാൻഡ് ചെയ്യുക. കമാൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധ ബുദ്ധിയോടുകൂടി പറയാം അല്ലേ? അല്ലെങ്കിൽ ഒരു ഓർഡർ ആയിട്ട് പറയാം. അങ്ങനെയൊക്കെ പറയുന്നത് മിക്കവാറും ഉയർന്ന ആൾക്കാരായിരിക്കും അല്ലേ? ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പോലീസുകാരനുണ്ടെന്ന് വിചാരിക്കാം. ഈ പോലീസുകാരൻ്റെ മുന്നിൽ ഒരാൾ വണ്ടിയിൽ വന്നു, പെട്ടു. എങ്ങനെ പെട്ടേ? ലൈസൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പറ്റുമോ? പാടില്ല അല്ലേ? അപ്പോൾ ലൈസൻസ് നിർബന്ധമായിട്ടും എടുത്തിട്ടേ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ എന്ന് പോലീസുകാരൻ ഇയാൾക്ക് നിർബന്ധ ബുദ്ധിയോടുകൂടി പറയുന്നതായിരിക്കും അല്ലേ? അപ്പം എങ്ങനെ പറയാം? യു മസ്റ്റ് അല്ലേ? യു മസ്റ്റ് ടേക്ക് ദ ലൈസൻസ് ഫസ്റ്റ്. നീ ആദ്യം ലൈസൻസ് എടുക്കണം അല്ലേ? അല്ലെങ്കിൽ നീ ആദ്യം ലൈസൻസ് നേടണം. യു മസ്റ്റ് ഗെറ്റ് യുവർ ലൈസൻസ് ഫസ്റ്റ് എന്ന് പറയും അല്ലേ? ഒന്നുകിൽ എടുക്കണമെന്നോ അല്ലെങ്കിൽ നേടണമെന്നോ എന്ന് വെച്ചിട്ട് ഗെറ്റ് യൂസ് ചെയ്യാം, അതുപോലെ ടേക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം ലൈസൻസ് എടുക്കണം എന്ന് നിർബന്ധ ബുദ്ധിയായിട്ട് ആരാ പറഞ്ഞത്? പോലീസുകാരനാണ് പറഞ്ഞത് അല്ലേ? അതേപോലെ 2 പോലീസുകാരുണ്ടെന്ന് വിചാരിക്കാം. ഈ ഒരു പോലീസുകാരൻ തൊട്ടടുത്ത പോലീസുകാരനോട് പറയാണ്, നീ നിർബന്ധമായിട്ടും ഇന്ന് ഡ്യൂട്ടിക്ക് ഹാജരാവണം എന്ന് പറയണം. അത് നിർബന്ധമാണ്, ഹാജരാവണം. ഓക്കെ, അപ്പോൾ യു മസ്റ്റ് അറ്റൻഡ് ദ ഡ്യൂട്ടി ടുഡേ അല്ലേ? യു മസ്റ്റ് അറ്റൻഡ് ഫോർ ഡ്യൂട്ടി ടുഡേ. നീ ഇന്ന് ഡ്യൂട്ടിക്ക് നിർബന്ധമായിട്ടും ഹാജരാവണം, അറ്റൻഡ് ചെയ്യാം. ഇനി വേറെ ഉദാഹരണം പറഞ്ഞുതരാം. ഈ ക്ലാസ്സിലേക്ക് ചെന്നു. ഓക്കെ, അപ്പോൾ തലേ ദിവസം ഹോംവർക്ക് തന്നിരുന്നു. ആ ഹോംവർക്ക് ചെയ്യാതെയാണ് ക്ലാസ്സിലേക്ക് ചെന്നത്. അപ്പോൾ ടീച്ചർ പറയും, നീ നിർബന്ധമായിട്ടും ഹോംവർക്ക്
ചെയ്തിരിക്കണം. എങ്ങനെ പറയാ? യു മസ്റ്റ് ഡു യുവർ ഹോംവർക്ക്. ഹോംവർക്ക് നീ നിർബന്ധമായിട്ടും ഹോംവർക്ക് ചെയ്യണം എന്ന് പറയും അല്ലേ? ചെയ്തിരിക്കണം അല്ലെങ്കിൽ ചെയ്യണം എന്ന് പറയും. അപ്പൊ അതൊക്കെ നമ്മുടെ കടമയല്ലേ? നമ്മൾ ചെയ്യാൻ മറന്നുപോയി. അപ്പൊ വേറെ ആൾ പറയണം നിർബന്ധമായിട്ട് നീ അത് ചെയ്യണം എന്ന് പറയാനാണ് നമ്മൾ മസ്റ്റ് ഉപയോഗിക്കുക. അവിടെ നമുക്ക് ഷുഡ് ഉപയോഗിക്കാം അല്ലേ? ഷുഡ് എവിടെ എപ്പോഴും ഉപയോഗിക്കാം? ഇപ്പം നമ്മൾ തൊട്ട് നമ്മുടെ സെയിം പ്രായക്കാരായിട്ടുള്ള ഒരാളോട് പറയാണ് നീ ഹോംവർക്ക് ചെയ്തിരിക്കണം. അപ്പോൾ യു ഷുഡ് ഡു ഹോംവർക്ക് എന്നേ പറയുള്ളൂ അല്ലേ? ഇനിയിപ്പോൾ സെയിം പ്രായക്കാരോട് നിർബന്ധമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ അവിടെ ഷുഡ് ഉപയോഗിക്കുകയല്ല, മസ്റ്റ് തന്നെ ഉപയോഗിക്കണം അല്ലേ? അതായത് ഇപ്പോൾ രണ്ടാൾക്കാർ ഉണ്ടെന്ന് വിചാരിച്ചു, രണ്ട് അടുത്ത കൂട്ടുകാരാണ്. ഒരാളുടെ കല്യാണത്തിന് വിളിച്ചു. ഓക്കെ, അപ്പോൾ വിളിച്ചപ്പോൾ പറയാണ് നീ നിർബന്ധമായിട്ട് എൻ്റെ കല്യാണത്തിന് പങ്കെടുത്തിരിക്കണം എന്ന് പറയാണ്. അപ്പം എങ്ങനെ പറയാം? യു മസ്റ്റ് അറ്റൻഡ് ഫോർ മൈ മാരേജ് ഫംഗ്ഷൻ. എൻ്റെ മാരേജ് ഫംഗ്ഷന് നീ നിർബന്ധമായിട്ടും പങ്കെടുക്കണം. യു മസ്റ്റ് അറ്റൻഡ് ഫോർ മൈ മാരേജ് അല്ലേ? നീ എൻ്റെ കല്യാണത്തിന് നീ നിർബന്ധമായിട്ടും പങ്കെടുക്കണം എന്ന് പറയും. അപ്പോൾ അവിടെ ഷുഡും പറയാം മസ്റ്റും പറയാം, പ്രശ്നമല്ല. പക്ഷെ നിർബന്ധം എന്നുള്ള വാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിച്ചു? മസ്റ്റ് ഉപയോഗിച്ചു. ഓക്കെ, ഇനി മസ്റ്റ് ഉപയോഗിച്ച് ഞാൻ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, ഞാൻ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എങ്ങനെ പറയാൻ നോക്കാം നമുക്ക്. അപ്പോൾ പറയേണ്ട കാര്യത്രേ ഉള്ളൂ. ആദ്യം നമ്മൾ സബ്ജക്റ്റ് പറയുന്നു, പിന്നെ നമ്മൾ മസ്റ്റ് പറയുന്നു, പിന്നെ നമ്മൾ വെർബ് പറയുന്നു, വെർബിൻ്റെ ഒന്നാമത്തെ രൂപം പറയുന്നു. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് മുന്നേ എന്താ സബ്ജക്റ്റ്? സബ്ജക്റ്റുകളെന്നെന്താ? സബ്ജക്റ്റ് വെച്ചാൽ ചെയ്യുന്ന ആളിനെ പറയുന്നതാണ് സബ്ജക്റ്റ്. അതേപോലെ ചെയ്യുന്ന ക്രിയ അല്ലെങ്കിൽ പ്രവൃത്തി, അതിന് പറയുന്ന വേർഡ് എന്താ? വെർബ്. അതേപോലെ അതിന് സഹായിക്കുന്ന ആൾക്കാരെ പറയുന്ന പേരെന്താ? ഓക്സിലറി വെർബ്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ ഇതാണ്. ആരാണ് ചെയ്യുന്നത്? സബ്ജക്റ്റ്, പിന്നെ മസ്റ്റ് ആയിട്ടുള്ള, അതായത് മസ്റ്റ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ്, പിന്നെ വെർബിൻ്റെ ഒന്നാമത്തെ രൂപം. മസ്റ്റ് കഴിഞ്ഞാലും ഷുഡ് കഴിഞ്ഞാലും ക്യാൻ കഴിഞ്ഞാലും കുഡ് കഴിഞ്ഞാലും മേ കഴിഞ്ഞ് കഴിഞ്ഞാലും ഏതൊരു മോഡൽ ഓക്സിലറി കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ വെർബിൻ്റെ ഒന്നാമത്തെ രൂപം മാത്രം പറഞ്ഞാൽ മതി. കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ മസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. മസ്റ്റിന് ഇപ്പം ഞാൻ എന്നെ ചേർത്ത് പറയാണ്, ഞാൻ ഇന്ന് ഷൂ ധരിച്ചിരിക്കണം. നിർബന്ധമാണ്, ഞാൻ ഇന്ന് ഷൂ ധരിച്ചിരിക്കണം. എങ്ങനെ പറയും? ഐ മസ്റ്റ് വിയർ ഷൂസ് എന്ന് പറഞ്ഞേ. ഐ മസ്റ്റ് വിയർ ഷൂസ്. ഞാൻ നിർബന്ധമായിട്ടും ഷൂസ് ധരിച്ചിരിക്കണം. യു മസ്റ്റ് വിയർ ബാഗ്. യു മസ്റ്റ് വിയർ ബാഗ്. നീ ബാഗ് ധരിക്കണം എന്നല്ല പറയാം, ബാഗ് എടുക്കണം എന്നാ പറയാം. യു മസ്റ്റ് ടേക്ക് യുവർ ബാഗ് ടുഡേ. നീ നിർബന്ധമായിട്ടും ഇന്ന് ബാഗ് ധരിക്കണം. ബാഗ് ധരിക്കോ? പിന്നെ ബാഗ് എടുത്ത് നമ്മൾ തോളിലിടുക എന്നല്ലേ പറയാം? തോളിലിടുമ്പോ ധരിക്കല്ലേ? അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയും പറയാം. അടുത്ത വേറെ സെന്റൻസ് പറയാം. ഐ മസ്റ്റ് വിയർ ഡ്രസ്. ഐ മസ്റ്റ് വിയർ ഡ്രസ്. ഞാൻ നിർബന്ധമായിട്ടും ഡ്രസ് ധരിച്ചിരിക്കണം. അതേപോലെ യു വെച്ച് പറയുകയാണെങ്കിൽ യു മസ്റ്റ് വിയർ ഡ്രസ്. യു മസ്റ്റ് വിയർ ഡ്രസ് അല്ലേ? നീ നിർബന്ധമായിട്ടും ഡ്രസ്സ് ധരിച്ചിരിക്കണം. ക്ലിയർ ആണ്, കറക്റ്റാണ്. അടുത്തെന്താ? ഇനി ഇതിൽ വ്യത്യാസമൊന്നുമില്ല. സബ്ജക്റ്റ് ആരാണെങ്കിലും, അയ്യോ ഹിയോ ഷിയോ ഇറ്റോ ആരാണെങ്കിലും നമുക്ക് എന്ത് ഉപയോഗിക്കാം? മസ്റ്റ് ഉപയോഗിക്കാം. ഇനി ഇതിനെ ചോദ്യമാക്കണമെങ്കിലും നെഗറ്റീവ് ആക്കണമെങ്കിലും സിമ്പിളാണ് അല്ലേ? നെഗറ്റീവ് ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? മസ്റ്റിന്റെ കൂടെ നോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നീ അവിടെ പോകരുത് എങ്ങനെ പറയും? You must not go there. You must not go there. നീ അവിടെ നിർബന്ധമായിട്ടും പോകരുത്. നിർബന്ധമായിട്ടും നമ്മൾ ചെയ്യേണ്ടാത്തൊരു കാര്യം പറയുമ്പോഴാണ് മസ്റ്റ് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഷുഡ് യൂസ് ചെയ്യാം. ചെയ്യേണ്ടാത്ത അല്ലെങ്കിൽ നമുക്ക് ഷുഡ് ഉപയോഗിക്കാം. യു ഷുഡ് നോട്ട് ഗോ ദെയർ എന്ന് പറയാം. നിർബന്ധമായിട്ട് പോരുതെന്ന് പറയുകയാണെങ്കിൽ യു മസ്റ്റ് നോട്ട് ഗോ ദെയർ. മസ്റ്റ് നോട്ട് ഗോ ദെയർ. നീ നിർബന്ധമായിട്ടും ഇന്ന് അവളെ വിളിച്ചിരിക്കണം. You must call her. You must call her. നീ നിർബന്ധമായിട്ടും അവളെ ഇന്ന് വിളിക്കാൻ പാടില്ല. You
must not ആ ആലോചിക്കുക. call ആ her. her. യു മസ്റ്റ് നോട്ട് കോൾ ഹർ. നീ അവളെ നിർബന്ധമായിട്ടും വിളിക്കാൻ പാടില്ല. നെഗറ്റീവ് പറയാൻ പഠിച്ചല്ലോ.